വിഭാഗം കൊണ്ട് ഈ 55 കൗൺസിലർമാരും അനുഭവിക്കുന്ന പ്രയാസം എത്ര വലുതാണ് എന്ന് ഓരോ ഡിവിഷനിലേക്ക് പോയി കയറി ചെന്നാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് കരാർ പൂർത്തിയാക്കിയ കരാറുകാരന് പണം കൊടുക്കാൻ ഇവർ അടുക്കളയിൽ എടുത്ത് കൊടുക്കേണ്ടതാണോ പൈസ? ഇവർക്ക് ഒരു മാസത്തിന് ശമ്പളം കൊടുക്കാതിരിക്കണം. ഞാൻ പറയുന്ന ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ ഈ കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കണം. ഈ എഞ്ചിനീയറിംഗിന്റെ വിഭാഗത്തിനെ വെച്ച് ഈ കോർപ്പറേഷനിലെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് തെളിഞ്ഞ് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി അത്രമാത്രം പ്രയാസം ഓരോ കൗൺസിലർമാരും അനുഭവിക്കുക. ഭരണസമിതി നോക്കുകുത്തിയാക്കിക്കൊണ്ട് തനിച്ചിഷ്ട പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ എഞ്ചിനീയറിംഗ് വിഭാഗം. പറയേണ്ടത് ആരുടെ മുന്നിലും വെട്ടിത്തുറന്നു പറയും. ഭയപ്പെട്ട് മാറി നിൽക്കുന്ന പ്രകൃതം ഇല്ലാത്ത പൊതുപ്രവർത്തക. അഡ്വക്കേറ്റ് പി ഇന്ദിരയെ ഇങ്ങനെയൊക്കെയാണ് പൊതുവിൽ വിലയിരുത്താനാവുക. ഇന്ദിര എന്ന പേരിന് ചങ്കൂറ്റം എന്ന അർത്ഥം കൂടി ഉണ്ടെന്ന് പലവട്ടം തെളിയിച്ച കോൺഗ്രസ് നേതാവ് കണ്ണൂരിന്റെ മേയർ പദവിയിലേക്ക് എത്തുകയാണ്. അഡ്വക്കേറ്റ് പി ഇന്ദിരയല്ലാതെ മറ്റൊരു പേരും കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. കോർ കമ്മിറ്റി ചേർന്ന് ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ദിര എന്ന പേരുയർന്നു. കെ സുധാകരൻ എംപിയും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും അഡ്വക്കേറ്റ് ടി ഒ മോഹനും ഉൾപ്പെടെ കോർ കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാവരും അത് ഏകമനസ്സോടെ സ്വാഗതം ചെയ്തു. കുട്ടിക്കാലം മുതൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം കേട്ടാണ് ഇന്ദിര വളർന്നത്. പഠനകാലം KSUവിനായി മാറ്റിവെച്ചു. കണ്ണൂർ വനിതാ കോളേജിൽ ചരിത്രം സൃഷ്ടിച്ച് ചെയർപേഴ്സണായി. പിന്നീടിങ്ങോട്ട് എണ്ണമറ്റ സമരങ്ങൾ, പോരാട്ടങ്ങൾ. നിയമസഭയിൽ കല്യാശ്ശേരി മണ്ഡലത്തിലടക്കം പോരിന് പാർട്ടി ഇന്ദിരയെ ഇറക്കി. കണ്ണൂരിനെ സുന്ദര നഗരമാക്കി മാറ്റുക, വികസന രംഗത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്തുക, ഇതാണ് ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് പി ഇന്ദിര. കഴിഞ്ഞ 5 വർഷക്കാലമായി കണ്ണൂരിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച, അതാണ് ഇനി വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ പ്രിയങ്കരനായ MP ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി, അത് വളരെ എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി ആ പദ്ധതികൾ പൂർത്തീകരിച്ച് കണ്ണൂരിൻ്റെ വികസന സ്വപ്നം അത് സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തന മികവ് എന്തായാലും വരുന്ന 5 വർഷത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കണ്ണൂരിലെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല വികസനവുമായി കണ്ണൂരിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വികസനത്തിനും നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കണ്ണൂർ കോർപ്പറേഷന്റെ നിലവിലെ ഡെപ്യൂട്ടി മേയറാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര. ഒരു വട്ടം മേയർ കസേരയിൽ ഇരുന്ന് കൗൺസിൽ നിയന്ത്രിച്ചിട്ടുമുണ്ട്. ഇത്തവണ പയ്യാമ്പലം ഡിവിഷനിൽ ഉശിരൻ പോരാട്ടത്തിലൂടെയാണ് ഇന്ദിര ജയിച്ചു വന്നത്. ഒരുപക്ഷെ ഇന്ദിര ആയതുകൊണ്ട് മാത്രം ജയിച്ചു വന്ന സീറ്റ് എന്നും പയ്യാമ്പലത്തെ വിശേഷിപ്പിക്കാം. 48 വോട്ടിനാണ് BJPയെ ഇന്ദിര പരാജയപ്പെടുത്തിയത്. റിബൽ ഭീഷണിയും BJPയുടെ ശക്തമായ പ്രചരണങ്ങളെയുമൊക്കെ അതിജീവിച്ചാണ് ഇന്ദിര ജയിച്ചു കയറിയത്. പയ്യാമ്പലം ഒരു മേയറെ ആഗ്രഹിച്ചു. അത് ഇന്ദിരയിലൂടെ കോൺഗ്രസ് നേതൃത്വം സാധിപ്പിച്ചു കൊടുത്തു. പയ്യാമ്പലം ഇന്നും പരമ്പരാഗത രീതിയിലാണ് ശവസംസ്കാരങ്ങൾ നടക്കുന്നത്. ഇത് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമാകാറുമുണ്ട്. പയ്യാമ്പലത്ത് ആധുനിക രീതിയിലുള്ള ശ്മശാനം ഉണ്ടാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്ത് ഇന്ദിര കണ്ണൂരിനോട് പറഞ്ഞത്. പരിചയസമ്പത്തും ഇച്ഛാശക്തിയും ഭരണപാഠവും ഒക്കെ കൈമുതലാക്കിയ കണ്ണൂരിന്റെ നിയുക്ത മേയർക്ക് അഡ്വക്കേറ്റ് പി ഇന്ദിരക്ക് കണ്ണൂർ വിഷന്റെയും ആശംസകൾ. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.